തെർമോഡൈനാമിക് ടേം ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ അതിനകത്ത് ഉള്ള ഇന്റേണൽ എനർജിയും പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, അതിനെ നമുക്ക് എൻതാൽപ്പി എന്ന് വിളിക്കാം. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ, ഒന്നിനെ പറയുന്നത് തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ഇന്റേണൽ എനർജി, അത് നമുക്ക് യു എന്ന് വിളിക്കാം. ഇന്റേണൽ എനർജിയും പ്രഷറിന്റെയും വോളിയത്തിന്റെയും കൂടെ പ്രൊഡക്റ്റും കൂടെ കൂട്ടിയാൽ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതിനെ എൻതാൽപ്പി എന്ന് വിളിക്കും. എൻതാൽപ്പി എന്ന് വിളിക്കും. അഞ്ചാമത്തെ പോയിന്റ്, എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് അൺഅവൈലബിൾ ടു ഡു വർക്ക്. ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ചില എനർജി ഉണ്ട്. അതായത് നമ്മുടെ മെഷീനിൽ ചില ലോസസ് ഉണ്ടാവാറുണ്ട്. അത്തരം ലോസസ് ഒന്നും നമുക്ക് ആ മെഷീൻ നടത്തുന്ന വർക്കിലേക്ക് യാതൊരുവിധ സഹായങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് എനർജിയാണ് നമുക്ക് ലോസ് ആയി പോയത്, ആ സാധനത്തെ നമുക്ക് എൻട്രോപ്പി എന്ന് വിളിക്കാം. മെഷർ ഓഫ് എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് അൺഅവൈലബിൾ ടു ഡു വർക്ക്. എന്ത് എനർജിയാണോ നമുക്ക് വർക്ക് ചെയ്യാൻ യാതൊരുവിധ സഹായങ്ങളും തരാത്തത്, അത്തരം എനർജിയെ നമുക്ക് എൻട്രോപ്പി എന്ന് വിളിക്കാം. ഒരു തെർമോഡൈനാമിക് ടേമാണത്. ആറാമത്തെ പോയിന്റ്, അഡയാബാറ്റിക് പ്രോസസ് എന്നാണ്. അഡയാബാറ്റിക് പ്രോസസ് എന്നാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഹീറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. വളരെ അങ്ങനത്തെ ഒരു പ്രോസസ്സിനെ നമുക്ക് അഡയാബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. ഹീറ്റ് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അഡയാബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. അഡയാബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. ഏഴാമത്തെ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഐസെൻട്രോപിക് പ്രോസസ്. ഐസെൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയിൽ ചേഞ്ച് വരുന്നില്ല. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ എൻട്രോപ്പി എപ്പോഴാണ് ചേഞ്ച് വരാത്തത്? അവിടെ ലോസ് ഉണ്ടാവുന്നില്ലാത്ത പക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മെഷീനിൽ എനർജി ലോസ് ഉണ്ടാകുന്നതിന് എൻട്രോപ്പി എന്ന് വിളിക്കും. ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ലോസ് ഉണ്ടാവാൻ പാടില്ല, എനർജി ലോസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുഴുവൻ എനർജിയും നമ്മുടെ വർക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം ആണെങ്കിൽ, ലോസ് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്കൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ലോസസ് ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ ഗെയിൻ ഓഫ് ഹീറ്റോ ലോസ് ഓഫ് ഹീറ്റോ ഉണ്ടാവുന്നില്ല. ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. എന്താണത്? അതൊരു അഡയാബാറ്റിക് പ്രോസസ്സും കൂടെയാണ്. ഇത് 2017 ഫോർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു PQ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞത്? ഐസെൻട്രോപിക് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. മറ്റൊരു പേര് എന്താണ്? റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്.